CPM-ന്റെ ഇത്രയും വലിയ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളെ പയ്യന്നൂർ നിങ്ങൾ തോൽക്കണമെങ്കിൽ ധനരാജ് എന്ന് പറയുന്ന CPM പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങൾ പിരിച്ച രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ തന്നെ തട്ടിയെടുത്തു എന്ന് നിങ്ങളുടെ സഖാക്കൾ തന്നെ വിശ്വസിച്ചുകൊണ്ടല്ലേ നിങ്ങൾ തോറ്റുപോയത്? എന്തേ അത് പറയാത്തത്? ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തത് സ്വജനപക്ഷപാതമാണ്, അത് ശരിയല്ല എന്ന് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് തന്നെ തോന്നിയത് കൊണ്ടല്ലേ നിങ്ങൾ തോറ്റുപോയത്? അതല്ലാതെ മുഴുവൻ കോൺഗ്രസ്സുകാരും UDF-കാരും വോട്ട് ചെയ്തുകൊണ്ടാണോ അവിടെ ജയിച്ചത്? അങ്ങനെ ജയിക്കാൻ കഴിയുന്ന പ്രദേശമാണോ തളിപ്പറമ്പ് പയ്യന്നൂരും? ഇനി തൃക്കരിപ്പൂർ ഞാൻ ജയിച്ച സ്ഥലം കയ്യൂരും ചീമേനിയും പിലിക്കോട് അല്ല, ഞാൻ എൻ്റെ കഴിഞ്ഞോട്ടെ, കയ്യൂരും ചീമേനിയും പിലിക്കോടുള്ളൊക്കെ തൃക്കരിപ്പൂര് 60 വർഷക്കാലം ഇന്നേ വരെ UDF ജയിച്ചിട്ടില്ലാത്ത സ്ഥലം ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? നിങ്ങളെ മടുത്തു ജനങ്ങൾ. നോക്ക്, ഞാൻ അവിടെ പോകുന്ന സ്ഥലത്ത് വികസനം എന്തെന്ന് എന്നും എത്തി നോക്കാത്ത പ്രദേശങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കി കൊടുത്തിട്ടില്ല. ഇവിടെ ഇരുന്നിട്ട് ഈ പുരപ്പുറത്ത് കയറി ഗീർവാണ പ്രസംഗത്തിനപ്പുറം സാധാരണക്കാരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ആ പാർട്ടി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഒരു സ്വാതന്ത്ര്യത്തിന് മോചനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള വോട്ടാണ്. അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇനി ഒറ്റ കാര്യം പറയാം, ഞങ്ങൾക്ക് നിങ്ങൾ സമയമൊന്നും തരാതെ 2-ാം ദിവസം മുതൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളെ തോൽപ്പിച്ചിരുത്തിയ ജനമുണ്ടല്ലോ, ത്രിപുരയിലേതുപോലെ ബംഗാളിലേതുപോലെ അവസാനത്തെ ആ രീതിയിലേക്ക് CPM-നെ കൊണ്ടുവന്നാക്കും. ഇപ്പോൾ ഈ ആത്മവിശ്വാസം മുഖ്യമന്ത്രി അല്ല മുൻ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ട്, അദ്ദേഹം ഒറ്റ കാര്യം പറയുള്ളൂ, ഞാൻ പറഞ്ഞോട്ടെന്നേ ഈ ദിവസമെങ്കിലും ഞങ്ങളൊന്ന് പറയണ്ടേ? ഞങ്ങൾക്ക് പറയാനുള്ള ദിവസമല്ലേ? ഇന്നെങ്കിലും ഒന്ന് കട്ട് ചെയ്യാതിരിക്കുക. ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനെ കുറിച്ച് പോലും പാർട്ടിക്കുള്ളിലുള്ള സംഘർഷത്തെക്കുറിച്ച് എന്താ നമ്മൾ പറയാത്തത്? അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായിരിക്കാൻ എന്ത് അർഹതയുള്ളത്? ധർമ്മടത്ത് മുക്കിയും മൂളിയല്ലേ അദ്ദേഹം ജയിച്ചത്? മുക്കിയും മൂളിയും ആദ്യത്തെ 6 റൗണ്ടിൽ ഞങ്ങളുടെ ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയോട് അബ്ദുൾ റഷീദിനോട് എങ്ങനെയാണ് അദ്ദേഹം പിന്നിട്ടുന്നത്? ഇതിലും വലിയ നാണക്കേട് അദ്ദേഹത്തിന് ഉണ്ടാവാറുണ്ടോ? ധർമ്മടത്ത് നിങ്ങൾ ആലോചിക്കണം, ധർമ്മടത്ത് 6 റൗണ്ട് പിന്നിട്ടുന്ന ഒരു മാന്യം പറയാണ് ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. സ്വന്തം നാട്ടുകാർക്ക് പോലും വിശ്വാസമില്ല. മുക്കിയും മൂളിയും ജയിച്ചിട്ട് ഇനി നാണമില്ലാതെ, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. ധാർമ്മികമായി പ്രതിപക്ഷത്തിരിക്കാൻ നേതാവിട്ടിരിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം അതൊന്ന് മാറി നിൽക്കുകയെന്ന് വേണ്ടിയിരുന്നു. പക്ഷേ CPM-ന്റെ അവസാനം കണ്ടിട്ടേ പോകുന്ന അദ്ദേഹം തന്നെ നിശ്ചയിച്ചുകൊണ്ടായിരിക്കാം.